വികസനത്തിന്റെ നേർചിത്രമാണ് വടവണ്ടിയുടെ വരവും വീഴ്ചയും
സംസ്ഥാനങ്ങളുണ്ട്, ഇവിടേക്കുള്ള കരിയർ പോർട്ടുകളുണ്ട്. അതിനൂതനമായ എല്ലാവിധ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചാണ് ഇവിടെ ഈ മത്സ്യകൃഷി നടത്തുന്നത് എന്നാണ് ഇതിന്റെ പ്രത്യേകത. ജീവിതനിലവാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നാണ് ഇവിടെ പരിപാലകരായി മീനിന്റെ പരിപാലകരായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ളത്. മായച്ചേച്ചിയോട് സംസാരിച്ചപ്പോഴൊക്കെ മായച്ചേച്ചി അതിനെ പങ്കുവയ്ക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ജീവിതത്തിൽ കൊണ്ടുവന്നൊരു മാറ്റം ഈ കൂട് പദ്ധതി? 14 പേരെ ജീവിച്ച് മുഖേന 14 പേരെയാണ് ഇവിടെ ജോലിക്ക് എടുത്തിട്ടുള്ളത്. 4 ലേഡീസും 10 ജെന്റ്സുമാണ്. അതിൽ 2 ടീമായിട്ട് 2 ഷിഫ്റ്റിൽ 7 പേര് വെച്ചിട്ടാണ് ഇപ്പം ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പം ഇന്ന് നമുക്ക് ജോലി ഉണ്ടെങ്കിൽ നാളെ ഇല്ല. അപ്പം മാസത്തിൽ 15 ഡ്യൂട്ടി നമുക്ക് ഒരാൾക്ക് വെച്ചിട്ട് കിട്ടും. ഈ 14 പേരും ജോലി നേടുന്നുണ്ട്. ഒന്നും ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ ഈ ഒരു ചെറിയ വരുമാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു 3 മാസം പ്രായമുള്ള ചെയ്തത് കൊണ്ടുവന്നിട്ടാണ് നല്ല എണ്ണയാണെന്ന് ഹാസായിട്ടാണ് മീനാണ് കിട്ടുന്നത്. അത് മറ്റൊരു ട്രീറ്റ്മെന്റ് നിലയ്ക്ക് മരുന്ന് അത് കഴിഞ്ഞ് അന്ന് അല്ലെങ്കിൽ പിറ്റേന്നാണ് റിലീസ് ചെയ്യുന്നത്. റിലീസ് ചെയ്യുന്ന വളർച്ചയെത്തി അടുത്ത പീരീഡിനായിട്ടുള്ള ടൈം ആണെന്ന് പറയുമ്പോൾ മരുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ കോട്ടയം വരെ അല്ലെങ്കിൽ ഗവൺമെന്റ് അവിടെ തന്നെയാണ് സെയിം ടൈം വരെ സെൻട്രൽ സെറ്റിൽമെന്റിലെ വിക്രമൻകാരിയാണ് നമ്മോടൊപ്പം ഉള്ളത്. എങ്ങനെയാണ് മുപ്പ ഈ പദ്ധതി വന്നതിന് ശേഷം ആളുകളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു മാറ്റം? അപ്പോൾ ഈ പാലം നമ്മുടെ കുടിക്കൽ പാലം വന്നു. ഈ പദ്ധതി ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് നോക്കി കാണുന്നത്? നല്ല റെസ്പോൺസാണ്. കാരണം ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്നപദ്ധതിയെ വികസനോപ വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ച് ഉന്നതിയിലേക്കുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കാൻ തന്നെ ശരിയ കാര്യത്തിൽ നിന്ന് ജയിക്കാറ് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. തൊഴിൽ നല്ലതായിരുന്നു. അതൊക്കെ നമുക്ക് സർക്കാരിന്റെ നമ്മളോടുള്ള സമീപനം അത് ശരിക്കും നമുക്ക് നമുക്ക് കിടപ്പാട് സർക്കാരിനോട് നിർദ്ദേശിക്കുകയുള്ളൂ. കാരണം ഒരു വിഷയം ഒരു ആവശ്യം പറഞ്ഞാൽ പെട്ടെന്ന് കാരണം ഇപ്പം താമസിക്കുന്ന വീടുമായിട്ട് 10-40